ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മിക്കവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും, അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഉപകാരം ആവട്ടെ എന്ന് കരുതി കേക്കിലേക്കും സ്വീറ്റ്സിലേക്കൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് വില കൊടുത്ത് ഇത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്കായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ചിരട്ടേന്നൊക്കെ വിടിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചു. അതിനുശേഷം പതിയെ ഇങ്ങനെ അടത്തിയെടുത്തപ്പോൾ വിട്ട് കിട്ടി. ഇനി ആ ബ്ലാക്ക് വശമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പീലർ വെച്ചിട്ടൊക്കെ പതിയെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് കറക്റ്റ് നല്ല വൈറ്റ് കളറാണ്. അപ്പോൾ അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഈ സ്കിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത്. പിന്നെ ഇത് ഗ്യാസിൽ കുറച്ച് സമയം ചിരട്ട ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് വിട്ട് കിട്ടും. അത് കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എളുപ്പത്തിൽ ചിരട്ടയിൽ നിന്ന് വിട്ടെടുക്കാവുന്ന സൂത്രമൊക്കെ ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കും അതുപോലെ കാണുന്നവർക്കൊക്കെ അത് ഉപകാരമാവട്ടെ. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനാണ്. അപ്പോൾ ചെറിയ പീസായിട്ടാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരേപോലെ തന്നെ വരും. അപ്പോൾ എല്ലാം ഏകദേശം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതിലിപ്പോൾ തേങ്ങയുടെ സ്കിന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കഴുകിയെടുത്താൽ നല്ല ക്ലീനാവും. നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ല വൈറ്റ് കളറാണ്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ നനവില്ലാതെ നല്ലപോലെ തുടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ടർക്കിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതങ്ങ് തുടച്ചെടുക്കണം. 2 പ്രാവശ്യം നന്നായിട്ട് കഴുകി കഴിയുമ്പോഴേക്കും തേങ്ങയുടെ ആ സ്കിന്നൊക്കെ അങ്ങ് പോയി നല്ല വൈറ്റ് കളർ തന്നെയാവും. ഇനി നല്ലപോലെ ഇതൊന്ന് തുടച്ചെടുത്തിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പെട്ടെന്ന് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടാനായിട്ട് ചെറിയ ജാറായിരിക്കും നല്ലത്. നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയ ജാറിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇത് ക്രഷ് ചെയ്തെടുക്കാൻ. ഒരുമിച്ചിടരുത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു പോകും. ഇത് നമുക്ക് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അരയ്ക്കുന്ന ബട്ടൺ പ്രസ് ചെയ്യരുത്. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു പോകും. ബാക്കിലേക്കുള്ള പൾസ് ബട്ടൺ തിരിച്ചാൽ ഇതുപോലെ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കരിഞ്ഞു പോകും. നമുക്ക് ഇതിൻ്റെ ആ വെള്ളമയം ഒക്കെ ഒന്ന് മാറി കിട്ടണം. പിന്നെ എടുക്കുന്ന സമയത്ത് നമ്മൾ അധികം എന്താ പറയുക, പാല് കുറഞ്ഞ ടൈപ്പ് തേങ്ങ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. തേങ്ങാപ്പാൽ കുറവുള്ള ടൈപ്പ് തേങ്ങയുണ്ട്. അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്കിതായി കിട്ടും. ഒട്ടും തന്നെ കളറ് മാറരുത്. എന്നാൽ നന്നായിട്ട് ഇത് ഡ്രൈ ആയി വരികയും ചെയ്യണം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒന്നിൽ തൊടാതെ നല്ല ഡ്രൈ ആയിട്ട് ഇത് പൊടിയായിട്ടാണ് നമുക്ക് കോക്കനട്ട് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്കിത് സ്വീറ്റ്സിലേക്കോ കേക്കിലേക്കൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കറിയിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ പെർഫെക്റ്റോടുകൂടി തന്നെ നമുക്കിത് വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. പിന്നെ തണുത്തതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യം പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.